ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. ഞാൻ ജോലി ചെയ്യുന്ന കുറ്റിപ്പുറം MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ 2025-26 അധ്യയന വർഷത്തേക്കുള്ള ഫസ്റ്റ് ഇയേഴ്സിനുള്ള ഓറിയൻറ്റേഷൻ ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള MES സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ ഓറിയൻറ്റേഷൻ ഇൻചാർജ് ഞാനും അർച്ചന മാമും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ രാവിലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അറേഞ്ച്മെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പൊളിയാണ്. എന്നാൽ പോലും അവസാന ഘട്ട മിനുക്ക് പണികളൊന്ന് നോക്കിക്കാണായിരുന്നു. അപ്പോൾ ഇതേ ഫസ്റ്റ് ഇയേഴ്സിന് കൊടുക്കാനുള്ള സാധന സാമഗ്രികളുമായിട്ട് ലൈബ്രറി നാരായണൻ ചേട്ടനും സഹായം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അർച്ചന മിസ് ഇവിടെ ഭയങ്കര പ്രിപ്പറേഷനിലാണ്, മാമാണ് MC ചെയ്യുന്നത്. അപ്പോൾ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. എനിക്ക് മെയിൻ ബ്ലോക്കിലോട്ട് പോകണം. ഇതേപോലെ ഒരു മഴയുള്ള ദിവസമാണ് 2010 ഞാൻ ഈ കോളേജിലോട്ട് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ മെയിൻ ക്യാമ്പസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അധികം വരുന്ന പാരൻസിനും മറ്റും കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മുജീബ്ക്ക് അവിടെ ഹെൽപ്പ് ഡെസ്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് അവിടെ ഷിബു സാർ മാറിയിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ സാറിന് കമ്പനി കൊടുക്കാൻ വേണ്ടി മാത്രം ഞാനൊരു ചായ എടുത്തു. അങ്ങനെയല്ല, ഞാനൊരു ചായ എടുത്തിട്ടുണ്ടായിരുന്നു. മിയോലെ ഈ ബിസ്ക്കറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി ഓഡിറ്റോറിയത്തിലോട്ട് പോകണം. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് മെയിൻ ഇവൻറ്റ്സ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് സബ് കളക്ടർ ആയിട്ടുള്ള ദിലീപ് സാറും അതേപോലെ തന്നെ MES ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ സാറായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൽ റഹ്മത്തുൻ സമയം, അതർ മാനേജ്മെൻറ്റ് കമ്മിറ്റി, അതേപോലെ തന്നെ ഡയറക്ടർ സാർ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ഗ്രാൻഡായിട്ട് ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഫസ്റ്റ് ഇയർ ഇൻഡക്ഷൻ പ്രോഗ്രാം നടക്കുമായിരുന്നു. ഓഡിറ്റോറിയം ഒക്കെ ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഷെഹനാ മിസ്സിനെ അവിടെ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും ലൈവ് സ്ട്രീമിംഗ് ഒരുക്കുന്നതുകൊണ്ട് തന്നെ വരുന്നവർക്കൊക്കെ പ്രോഗ്രാം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി മഴ ഒന്ന് തുറന്നപ്പോൾ, കാരണം എനിക്ക് ചില പരിപാടിയുണ്ട്. ചോക്ലേറ്റ്സ് വാങ്ങിക്കണം, ഒരു വെൽക്കം നോട്ട് എഴുതണം, പിന്നെ അത് ചെറിയ കുഞ്ഞു ഗിഫ്റ്റുകളായിട്ട് പൊതിഞ്ഞുണ്ടാക്കണം. കാരണം ഫസ്റ്റ് ഇയേഴ്സിന് ഞങ്ങൾ ലിറ്ററേച്ചർ ക്ലബിൻ്റെ വക ഒരു സ്മോൾ ക്വിസ് പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അർച്ചന മിസ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളൊരു ട്രയൽ പ്രാക്ടീസൊക്കെ നോക്കി, അതേപോലെ തന്നെ വെൽക്കം വീഡിയോസൊക്കെ പ്ലേ ചെയ്ത് നോക്കി. അപ്പോൾ പിള്ളേരൊക്കെ കണ്ടപ്പോൾ അവർ മിസ് ചെയ്തു. അവർക്ക് ഇൻറ്റേൺഷിപ്പിന് പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ പാരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരാണ്, പിന്നെ ഇത് HOD മാം വന്നു, ഷെബി മിസ് ഉണ്ടായിരുന്നു, ദിലു സാർ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്ന് നമുക്കിതേ പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് വളരെ കൗതുകത്തോടെയാണ് പരിപാടിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫാക്കൽറ്റീസ് കുറേ പേർക്ക് മെയിൻ ബ്ലോക്കിൽ ഡ്യൂട്ടി ആയതുകൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഉള്ളവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ HOD മാം നമ്മളെല്ലാവരും അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ കരിക്കുലം എന്താണ്, ക്രെഡിറ്റ് സിസ്റ്റം എന്താണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കിടെക്ചറിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ സ്റ്റുഡൻസിന് പാരൻസിനും കൊടുക്കാൻ പറ്റി. അതേപോലെ തന്നെ ക്വിസ് ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിരുന്നു. പാരൻസും കുട്ടികളൊക്കെ വളരെ ആവേശത്തോടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഭയങ്കര പ്രോത്സാഹനമായി ലിറ്ററേച്ചർ ക്ലബിന് ഇനിയും ഇതേപോലുള്ള പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പാരൻസിന് അവരുള്ള കൺസേണും കാര്യങ്ങളൊക്കെ ചോദിച്ചു. എല്ലാത്തിനും നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ദില്ലു സാറാണ് ഈ വർഷത്തെ ഫസ്റ്റ് ഇയർ ട്യൂട്ടർ. അപ്പോൾ സാർ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് MES നിന്നാണ് ഇന്നത്തെ ലഞ്ച് ഉള്ളത്. ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു വൈറ്റ് കളർ പാലറ്റിലുള്ള തീമാണ് നമ്മളെല്ലാവരും ഇന്ന് ഡ്രസ് കോഡ് ഫോളോ ചെയ്തിരുന്നത്. ഇപ്പോൾ ഷെബി മിസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ട് മുഖം പൂത്തിരിക്കുന്ന അരുൺ സാർ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഷിറാസ് സാർ, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് ശേഷം കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.